കടച്ച് ഇപ്പോൾ ഞങ്ങളുള്ളത് കടച്ചിക്കുന്നിലാണ്. കോറി നടത്തുന്നതിൻ്റെ പരിസരത്താണ് ഞങ്ങളുള്ളത്. ഇവിടെ അതിൻ്റെ ഏറ്റവും കൂടുതൽ ആഘാതം ഏൽക്കുന്ന കുടുംബങ്ങളുടെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വീടുകളും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. പറയുമ്പോൾ 2 കുന്നുകളാണ്. ഒരു കുന്നിൻ്റെ നേരെ എതിർവശത്തുള്ള കുന്നിലാണ് ഇത്രയും വലിയ ജർക്കിങ്ങായിട്ട് ഈ വീടുകളിൽ എല്ലാ ഭാഗത്തും പൊട്ടിക്കേറി കിടക്കുകയാണ്. അതുപോലെ തന്നെ പ്രകൃതിക്ക് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്ന രൂപത്തിൽ വയൽ നികത്തിയിട്ട് അവിടുന്ന് വേണ്ട മണ്ണുകൾ ഒന്നായിട്ട് കൊണ്ടുവന്നിട്ട് ഈ മണ്ണ് നികത്തിയിരിക്കുകയാണ്. പാടങ്ങൾ മൊത്തം നികത്തി ഒരു കുളം, ഈ ആനത്താരയാണ് ഇവിടെ ഉള്ളത്. നിലവിൽ സ്ഥിരമായിട്ട് ആനകൾ വരുന്ന ഏറ്റവും വലിയ സെൻസിറ്റീവായ ഒരു ഏരിയയിലാണ് ഇത്രയും വലിയ ജർക്കിങ് നടത്തുന്നത്. വ്യത്യസ്തങ്ങളായ കുന്നുകളിൽ ഞങ്ങൾ കണ്ട 10-12 വീടുകൾ മുഴുവൻ വിണ്ട് കയറി കിടക്കുകയാണ്. ഇത്രയും വലിയ ദുരന്തം വരുന്ന ഒരു കോറിയാണ് നമ്മുടെ ഈ ജനവാസ മേഖലയിൽ റിപ്പൺ വാളത്തൂർ പോലുള്ള ഒരു സ്ഥലത്തേക്ക് അനുവദിച്ചിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടും ജീവൻ കൊടുത്തും നാം തടയേണ്ടത് നമ്മുടെ ഈ നാടിൻ്റെയും അടുത്ത തലമുറക്കും വേണ്ടി നാം ചെയ്യേണ്ട ഏറ്റവും വലിയ നിർബന്ധ കാര്യമാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുക. ഇതുകൊണ്ട് ദോഷം എന്തായിരുന്നു ശരിക്കും? ദോഷം ഇപ്പൊ കാണിച്ചെന്നല്ലേ. ഞാൻ ആദ്യം എൻ്റെ വീട് താഴെയായിരുന്നു, അത് പറ്റ പൊട്ടിപ്പൊളിഞ്ഞ് ഇനിയിപ്പോ ഇതിവിടെ മാറ്റി അന്ന് നമ്മളിത് പണിയാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഈ വീട് പണിത് കഴിഞ്ഞിട്ട് ഇതായി ഇതിന്റെ മുകളിൽ കയറുന്ന ശരിക്കും ഇതിപ്പോ പെയിന്റ് അടിച്ചിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാത്തത് ഈ സൈഡ് പൊട്ടിയതാ. മൊത്തം പൊട്ടി കിടക്കാം. ഇത് മൊത്തം പൊട്ടി. ഈ അത് അവരെ വിളിച്ച് നമ്മൾ കാണിച്ചു കൊടുത്താ. നിങ്ങൾ സർക്കാർ സംവിധാനത്തിന് പരാതികളൊന്നും കൊടുത്തിട്ടില്ല ഇതുവരെ? 12 വീട് ഇപ്പൊ ശരിയായ രീതിയിൽ ഈ ഒരു പ്രശ്നം കൊണ്ട് ഇത്ര അകലത്തിലുള്ള വീടുകൾ പൊട്ടിയതാവുകയാണ്. അവിടുത്തെ കാര്യം പറയാനില്ല. ഇപ്പൊ നിങ്ങൾക്ക് അനുഭവം ഇതാണ്. എന്റെ വീടിന് എത്ര പഴക്കമുണ്ടെന്നുള്ളത് ഇവിടെയുള്ള എല്ലാ ജനങ്ങളോട് ചോദിച്ചാലും പറഞ്ഞുതരും. ഈ വീടിന് പഴക്കം 2 വർഷം. 2 വർഷമായപ്പോഴേക്കും കാണാനാണ് ഇപ്പൊ ആ സാധനം പൊട്ടതാ. നിങ്ങൾക്ക് ശരിക്കും കാണാം ഇവിടെ കണ്ടോ. 2 വർഷമായപ്പോഴേക്കും നടുവേ പിളർന്നു. അത് കഴിഞ്ഞ് ഇത് പൊട്ടിയപ്പോൾ അവരെ നേരിൽ അവരെ ചെന്ന് വിളിച്ച് അവരോട് പറഞ്ഞതാ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. അവരാ ഭാഗം ശ്രദ്ധിച്ചില്ല. അപ്പൊ നിങ്ങൾ നിയമപരമായിട്ട് ഇതിന് പോയിട്ടില്ല? നമ്മളൊന്നും പോയി. നിങ്ങൾക്ക് ആരും പറഞ്ഞു തന്നതുമില്ല അതിന്റെ ഇങ്ങനെയൊക്കെയാണ് നിയമവശം? പോയാലിപ്പോ നമ്മൾ അതിന്റെ വലിയ കെട്ടിച്ചിട്ടണം. പിന്നെ മലയനോട് കല്ലെറിഞ്ഞിട്ട് ഞാനൊരാൾ പോയിട്ട് മലയനോട് കല്ലെറിഞ്ഞിട്ട് എന്താ ചെയ്യാ? കിണറിനെന്താ? കിണറിനടി പിള്ളേരുണ്ട്. റിങ്ങെല്ലാം പൊട്ടിയില്ല. കിണർ റിങ്ങൊക്കെ പൊട്ടി. ഈ സാധനം ഇന്ന് ഇവിടെ വന്നിട്ട് പൊട്ടിക്കാവുന്ന കല്ലുകളെല്ലാം പൊട്ടിച്ചുകൊണ്ടുപോയി. ഇപ്പൊ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ അറിയാമോ? മണ്ണ് മാറ്റിയിട്ടാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അടിയിലുള്ളത്. ഇതിനെതിരെ ഈ നാട്ടിൽ ആരും പ്രതികരിക്കുന്നില്ല. അത് വേറെന്തോ എനിക്കറിയില്ല എന്താ കാരണം എന്നുള്ളത്. ഇതിന്റെ എഫക്റ്റ് ഉണ്ടാവും. ഇപ്പോഴല്ല, കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് എന്ന് വെച്ചാൽ ഈ നല്ലതായിട്ട് സ്ട്രോങ് ആയിട്ട് പൊട്ടിക്കൊണ്ടിരിക്കല്ലേ, അതിന്റെ ഭാഗമായിട്ടൊരു എഫക്റ്റ് ഉണ്ടാവും. പക്ഷെ എന്റെ കൂടെ നിൽക്കാൻ ആരുമില്ലായിരുന്നു. സത്യം പറയാം. ഇവിടെ ഇപ്പൊ ഞാൻ ഇതെല്ലാം ചെയ്തു. ഇവിടെ കുറെ ആൾക്കാരിന്ന് സൈൻ മേടിച്ചു ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് കൊണ്ട് കേട്ട ചീത്തപ്പേരെന്നറിയാമോ? സുഭാഷിന് 5 ലക്ഷം രൂപ കിട്ടി, 10 ലക്ഷം രൂപ കിട്ടി. 1 രൂപ ഞാൻ വാങ്ങിയിട്ടില്ല. ഇവരെ ഭിന്നിപ്പിക്കാൻ കഴിയുള്ളൂ. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ഭീഷണി തടയാന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. സത്യം. എനിക്ക് എന്റെ വീടിന് വന്ന ആഘാതത്തിന് അന്ന് പുള്ളി എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. ആദ്യം വന്നിട്ട് ഈ വിള്ളലുകൾ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞു. എഞ്ചിനീയർ വന്ന് നോക്കിയിട്ട് അതിന്റെ ഭാഗമായിട്ട് എന്താ പറ്റിയിട്ടില്ല വെച്ചാൽ അതിന്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ല. ഞാനിത് നമ്മളെ ഒരു എന്താ പറയാ എൻ്റെ പ്രയത്നം കൊണ്ട് ഉണ്ടാക്കി വീടത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കറിയാം. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു അതെനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത്രയും പ്രശ്നമുണ്ട്, അത് നിങ്ങൾക്ക് തരാൻ പറ്റുമോ? എനിക്ക് വേണ്ടത് എന്താ വെച്ചാൽ സ്ഥലം നിങ്ങളെടുത്തോ, ഈ സ്ഥലം നിങ്ങളെടുത്തോ, എനിക്ക് വേറെ സ്ഥലത്ത് ഒരു 5 സെന്റ് സ്ഥലവും ഒരു വീടൊക്കെ ഉള്ളത്. അത് അത്രയും ഞാൻ ആവശ്യപ്പെടുള്ളൂ, വേറെ ഒന്നും ആവശ്യപ്പെടില്ല. അത് പുള്ളി തയ്യാറല്ലായിരുന്നു. ഇനിയും വെള്ളം ഒന്നുമല്ല, അതിനേക്കാളും വലിയ വെള്ളം കാണിച്ചു തരാം. അങ്ങോട്ട് നോക്കല്ലേ, വെള്ളം പൊക്കി ഒന്ന് അടിച്ചു കണ്ടോ, പൊക്കി അടിച്ചു കണ്ടോ, ലൈറ്റ് ഇടണം കണ്ടോ, കിട്ടുന്നുണ്ടോ?
ഒക്കെ പൊട്ടിക്കേറി കിടക്കുകയാണ്. ഒക്കെ പൊട്ടിക്കേറി കിടക്കും. ഇതേപോലെ തോട്ടത്തിന്റെ ഉള്ളിലാണ്. വലിയ തോട്ടത്തിന് അവർ പണക്കാര കോടീശ്വരന്മാരാ. പക്ഷെ അടുത്ത് വീടുകളുണ്ടല്ലോ. ആൾക്കാർ പറഞ്ഞു അടുത്ത് വീടൊക്കെ ഒന്നും കുഴപ്പമില്ല. വീടൊക്കെ കുഴപ്പമില്ലെന്ന് അവർ പറഞ്ഞു. ഞാൻ പറയട്ടെ, ഈ പറഞ്ഞവന്മാർ എൻ്റെ വീടൊന്ന് കാണട്ടെ. നിങ്ങളിപ്പോൾ കാണിച്ചു തന്നില്ലേ? ഇത്രയും വലിയ പൊട്ടുള്ള വീട് നിങ്ങൾ ഈ പോയെടുത്ത് എവിടെയെങ്കിലും ഉണ്ടോയെന്നും കൂടെ നോക്കണം. നിങ്ങൾ ഈ മട്ടത്ത് ആ കട ഇരിക്കുന്നിടത്ത് പോയി കടയിലൊക്കെ സാധനങ്ങളൊക്കെ പുറത്ത് നിലത്തേക്ക് ചാടും വെടി കൂട്ടുന്ന സമയത്ത്. അവിടുത്തെ കടയുണ്ട്. അതേപോലെ അത്രയും ബുദ്ധിമുട്ടുള്ള ഈ വീടിൻ്റെ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു വീടും കാണില്ല. ഇപ്പം എത്ര പൊട്ടാൻ നിങ്ങൾ കണ്ട്, ഒന്നും രണ്ടും പൊട്ടില്ല, ചില്ലറ ചെറിയ പൊട്ടൊന്നുമല്ല. ഇവർ ആ മണൽ കൊണ്ടുവന്നിട്ട് ഓട്ട അടിച്ചു തരാം. അത് നടക്കുകയില്ല. അവിടെ നമ്മൾ ശരി നിങ്ങൾ ആ ഓട്ടയൊക്കെ അടിച്ച് നല്ലൊരു വൃത്തിയാക്കിയിട്ട് പുട്ടിയിട്ടിട്ട് പെയിൻ്റ് അടിച്ചുകൊണ്ടാകുന്നത്. അത് ശരിയാവില്ല. അവർക്ക് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ പറഞ്ഞു അതാണ് അവർക്ക് കിട്ടുക. നിങ്ങൾ അവർക്ക് ഭീഷണിയാണ് തോന്നുകയാണെങ്കിൽ മാത്രമേ അവർ നിങ്ങൾക്ക് സഹായിക്കുള്ളൂ. ഇവിടെ ഒരുത്തം പോയിട്ട് അവനെ പിന്നെ കൊല്ലാൻ നടക്കാൻ പറഞ്ഞു. ഗുണ്ടകളെ വിട്ട് അവനെ കൊല്ലുന്നതാണ്. നമ്മുടെ വീട്ടിൽ തൊട്ടപ്പുറത്തെ വീട് ഒരു കാർ കിടക്കുന്നുണ്ടോ, അവനെ കൊല്ലുന്ന പറഞ്ഞ് കിടക്കാം. വീടിനെ കുറിച്ച് പറയുമ്പോൾ ചേട്ടാ, ആൾക്കാരൊക്കെ പറയുന്നത് വെച്ചാൽ കടച്ചിക്കുന്ന് കോരി വലിയ തോട്ടത്തിന്റെ ഉള്ളിലാണ്. വലിയ തോട്ടത്തിൽ അവർ പണക്കാര കോടീശ്വരന്മാരാ. പക്ഷെ അടുത്ത് വീടുകളുണ്ടല്ലോ. പക്ഷെ അവര് പറഞ്ഞത് വെച്ചാൽ അടുത്ത് വീടൊക്കെ ഒന്നും കുഴപ്പമില്ലെന്ന്. ഇതിപ്പോ നമ്മള് വന്നു നോക്കുമ്പോൾ നമുക്ക് അറിയണേ. ഞാൻ പറയട്ടെ, ഈ പറഞ്ഞവന്മാർ എൻ്റെ വീടൊന്ന് കാണട്ടെ. നിങ്ങളിപ്പോൾ കാണിച്ചു തന്നില്ലേ? ഇത്രയും വലിയ പൊട്ടുള്ള വീട് നിങ്ങൾ ഈ പോയെടുത്ത് എവിടെയെങ്കിലും ഉണ്ടോയെന്നും കൂടെ നോക്കണം. ഇതിപ്പോ ഒരു 10-15 ഏക്കറിന്റെ ഉള്ളിലാണ് കോരിയുള്ളത്. സാധനങ്ങളൊക്കെ പുറത്ത് നിലത്തേക്ക് ചാടും വെടി കൂട്ടുന്ന. ഇതൊരു ലൈസൻസ് കിട്ടുന്നവരെ ഭയങ്കര ആൾക്കാരെ എന്തൊക്കെയല്ലോ എല്ലാ സാധനവും ചെയ്തു തരാം, പണി തരാം, ജോലി തരാന്നൊക്കെ പറയും. ഒക്കെ തരാം, നിങ്ങൾക്ക് എന്ത് വേണം ചെയ്തു തരാം, വീട് പൊട്ടിയാൽ ശരിയാക്കി തരും, നിങ്ങൾക്ക് എന്ത് സഹായം വേണം ഞങ്ങൾ തരും. വീണ്ടും വീണ്ടും വന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല. അവിടെ ഒരു 8-10 വീടുണ്ട്, 1-2 വീടല്ല. ഇത് നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ വീട് പൊട്ടിയിരിക്കുന്നുണ്ടോ? ഇത്രയും പൊട്ടുള്ള ഒരു വീടുണ്ടോ നിങ്ങൾ മട്ടത്തിൽ? എല്ലാ വീടും പൊട്ടി. അവിടെ മൊത്തത്തിലുള്ള ഈ റോഡ്, അവിടെ റോഡില്ലേ, ആ റോഡിന് ഇപ്പുറത്തുള്ള